രാഹുൽ മാങ്കുട്ടത്തിൽ വളർന്നു വരുന്നൊരു യുവ നേതാവാണ്. അദ്ദേഹം നല്ല പ്രാസംഗികനാണ്. നന്നായി ചാനലിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളാണ്. നല്ലൊരു ഡിബേറ്ററാണ്. ഷാഫി പറമ്പിൽ ഒഴിഞ്ഞ അല്ലെങ്കിൽ രാജിവെച്ച ഒഴിവിൽ പാലക്കാട് നിന്ന് ജയിപ്പിച്ചെടുക്കാൻ ഷാഫി പറമ്പിലിനും സതീശനുമൊക്കെ കഴിഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയർ, പൊളിറ്റിക്കൽ ഗ്രാഫ് താഴേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇപ്പോൾ വയനാട് പോയി അദ്ദേഹം ഭീഷണിപ്പെടുത്തുന്നു. അവിടുത്തെ 2.5 ലക്ഷം രൂപ പിരിച്ചു തന്നില്ല, കമ്മിറ്റി പിരിച്ചുവിട്ടുകളയെന്ന് പറയുന്നു. അവർക്ക് ആളുകളെ ഭീഷണിപ്പെടുത്തുന്നു. അതിൻ്റെ വാട്സപ്പ് വാർത്തകളും പിന്നെ ടെലിഫോൺ സംഭാഷണങ്ങളും നാട് മുഴുക്കെ പരക്കുന്നു. എത്ര പക്വതയില്ലാത്ത രീതിയിലാണ് രാഹുൽ മാങ്കുട്ടത്തിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. രാഹുൽ മാങ്കുട്ടത്തിനെതിരെ അതീവ ഗുരുതരമായ ഒരുപാട് ആക്ഷേപങ്ങൾ ഇപ്പോൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം പൈസ കട്ടുവെന്നും പിടിച്ചുവെന്നും ഒക്കെ വലിയ ന്യൂസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിൽ അടിയന്തരമായി ചെയ്യേണ്ടത്, രാഹുൽ മാങ്കുട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് യോഗം ചേർന്നിട്ട് ഇത് മറ്റാരെയെങ്കിലും ഇതിൻ്റെ ചുമതല ഏൽപ്പിക്കണം. കുറച്ചുകൂടി പ്രൊഫഷണലായിട്ടുള്ള പണപ്പിരിവും മറ്റു കാര്യങ്ങളുമൊക്കെ വളരെ സത്യസന്ധമായും സുതാര്യമായും കൈകാര്യം ചെയ്യുന്ന ആരെയെങ്കിലും ഇത് ഏൽപ്പിക്കണം. ഏൽപ്പിച്ചിട്ട് ആവശ്യമുള്ള പണം നിങ്ങൾ പിരിച്ചു കൊടുത്തിട്ട് അടിയന്തരമായി നിങ്ങൾ വളരെ പെട്ടെന്ന് ആ പണി നിർക്കണം. നിങ്ങളിപ്പോൾ 100 വീടോ 30 വീടോ 40 വീടോ ഒന്നും വെച്ച് കൊടുത്തിട്ട് കാര്യമില്ല. അതിൻ്റെ ആവശ്യമുള്ള വീടത്തിനൊക്കെയുള്ള പണം സർക്കാരിൻ്റെ തന്നെയുണ്ട്. 780 കോടി രൂപ സർക്കാരിൻ്റെ നിൽക്കുന്നു. 400 കുടുംബങ്ങളേ ഉള്ളൂ. അപ്പോൾ തന്നെ 2 കോടി വെച്ച് കൊടുക്കാം. അവർ വീട് വേണ്ടാത്തവർക്ക് 15 ലക്ഷം രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞു. 40 വീട് വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ആവശ്യത്തിന് പണമുണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, കിട്ടിയ പൈസ വെച്ചിട്ട് ഇനി KPCC എന്ന് വിളിക്കാനിരിക്കാതെ യൂത്ത് കോൺഗ്രസിന് കിട്ടിയ പൈസ വീതിച്ച ആളുകൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഇട്ടവർക്ക് തിരിച്ചങ്ങ് കൊടുക്കുക. നിങ്ങളെ കൊണ്ട് ഇതൊന്നും പറ്റുന്ന പണിയല്ല. നിങ്ങൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ കോൺഗ്രസ് ചെയ്യും. ഇവിടെ കരുണാകരന് വേണ്ടി ഒരു റിസർച്ച് സെൻറ്റർ, ഗവേഷണ കേന്ദ്രം തുടങ്ങാനായിട്ട് തീരുമാനിച്ചു. ഒരു പഠന കേന്ദ്രം എവിടെ എത്തി? അതിൻ്റെ വസ്തു കിടക്കുന്നു, വേറെ കാര്യങ്ങൾ നടക്കുന്നു. നിങ്ങൾക്ക് ഈ പണിയൊന്നും പറ്റിയതല്ല. നിങ്ങൾക്ക് ഗ്രൂപ്പും തർക്കവും ബഹളവും പിന്നെ അട്ടഹാസമൊക്കെ കാണിച്ച് പിന്നെ അങ്ങനെയൊക്കെ പോകുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ എന്തുമാത്രം സാമൂഹ്യ വിഷയങ്ങളാണ് ഇവിടെയുള്ളത്, എന്തുമാത്രം വലിയ പാരിസ്ഥിതിക വിഷയങ്ങളാണ് കേരളത്തിലുള്ളത്. അതുപോലെ തന്നെ ഈ ഗവൺമെൻറ്റിനെതിരെ പറയാനാണെങ്കിൽ ആയിരക്കണക്കിന് വിഷയങ്ങളുണ്ട്. നിങ്ങൾ എവിടെയാണ്? നിങ്ങൾ നമ്മുടെ PJ കുര്യൻ പറഞ്ഞതുപോലെ, അതുപോലെ കുര്യനെ പോലെയുള്ള വലിയ സീനിയർ നേതാക്കൾ പറഞ്ഞതുപോലെ, VM സുധീറിനെ പോലെയുള്ള നേതാക്കളൊക്കെ പറഞ്ഞുള്ള നിങ്ങൾ റീൽസ് ഇട്ട് കളിക്കുകയാണോ? നിങ്ങളിങ്ങനെ യോഗത്തിൽ ചെന്ന ആളുകളൊക്കെ ഭീഷണിപ്പെടുത്തി റീൽസ് ഇട്ട് കളിക്കാതെ റിയാലിറ്റിയിലേക്ക് വരൂ. വലിയ സമരം യൂത്ത് കോൺഗ്രസിന് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. സമരത്തിൻ്റെ ഫ്രണ്ടിൽ കയറുന്ന ബഹളമൊക്കെ ഉണ്ടാക്കി നിങ്ങൾ ഷോമാൻ ആണെന്നുള്ളൊരു തോന്നൽ കേരളത്തിൽ അറിയാതെ വന്നുകൊണ്ടിരിക്കുന്നു. അത് നിങ്ങൾ തിരുത്തണം. നിങ്ങൾ നല്ല നേതാവാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്, അല്ലാതെ മറ്റൊരാരെയും ഉപദ്രവിക്കാനല്ല, നിങ്ങളെ തള്ളിപ്പറയാനുമല്ല. അതുകൊണ്ട് നിങ്ങളൊരു ഷോമാനായി മാറാതെ, ഒരു മീഡിയ മാനായി മാറാതെ നിങ്ങൾ റിയാലിറ്റിയിലേക്ക് പോകണം. നിങ്ങളെ കയ്യിൽ ഇപ്പോൾ ഒരു MLA സ്ഥാനമുണ്ട്. മനോഹരമായി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവാണ് താങ്കൾ. അപ്പോൾ താങ്കൾക്ക് സംസ്ഥാനം മുഴുവൻ സഞ്ചരിക്കാനും ഈ MLA പദവിയെ നന്നായി ഉപയോഗിക്കാനും പറ്റും. അത് പക്ഷേ താങ്കൾ പക്വതയില്ലാതെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ വാദം, എൻ്റെ നിരീക്ഷണവും. കാരണം അവിടെ പെട്ടിപിടിച്ച സമയത്ത് നിലമ്പൂരിൽ വെച്ച് പെട്ടിപിടിച്ചപ്പോൾ നിങ്ങൾ ഒരു ഷോയും കാണിക്കേണ്ടതല്ലോ, പരിശോധിച്ചേ വിടുകയുള്ളൂ പോലീസ്. അങ്ങനല്ല, അവർക്ക് സംശയമുണ്ടെങ്കിൽ പരിശോധിച്ചു എന്ന് വരുത്താൻ വേണ്ടി അവർ വണ്ടി കൈ കാണിക്കുമ്പോൾ അവർക്ക് മനസ്സിലായി ഇതിൻ്റെ ആളുകളാണെന്ന്. അപ്പോൾ അവർ ചിലപ്പോൾ നോക്കാതിരിക്കും. പക്ഷേ ഇപ്പോൾ നോക്കിയിട്ട് പോകാവൂ. വലിയ ബഹളം ഉണ്ടാക്കി. ഒരു MLA അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. MLA കുറച്ചുകൂടി പക്വതയോടെ പ്രവർത്തിക്കണം. നിങ്ങൾ ഒരു പാർട്ടിയുടെ MLA അല്ല, ഇപ്പോൾ നിങ്ങൾ പാർട്ടിയുടെ തല്ലുകാരനുമല്ല, എല്ലാവരുടെയും കൂടെ MLA ആണ് ജയിച്ചു കഴിയുമ്പോൾ. അതുകൊണ്ട് നിങ്ങളുടെ മണ്ഡലത്തിൽ, പാലക്കാട് മണ്ഡലത്തിൻ്റെ വികസനത്തിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യൂ. ഈ പണപ്പിരിവൊക്കെ മറ്റാരെങ്കിലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ കുറച്ചുകൂടി സ്വതന്ത്രമായി പോകൂ. നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ ചെന്നുപെട്ട് ഇപ്പോഴിതാ വയനാട് നിന്നുള്ള യൂത്ത് കോൺഗ്രസ്സുകാർ നിങ്ങൾ അടിമകളല്ല എന്നുള്ള നിലയിലേക്കുള്ള വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വരുത്തേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും രാഹുൽ മാങ്കുട്ടത്തിൽ ഒരു സ്വയം വിലയിരുത്തലിലേക്കും പക്വതയുള്ള തീരുമാനങ്ങളിലേക്കും സംഭാഷണങ്ങളിലേക്കും പോകേണ്ട സമയം കഴിഞ്ഞു.